രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകുന്നു. അതിനു പുറമെ വെള്ളാപ്പള്ളി നടേശനെ പോയി നേരിട്ട് കാണുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഗോകുലം ഗോപാലിന്റെ ഓഫീസിൽ റെയ്ഡ് വരുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഗോകുലും രാജീവ് ചന്ദ്രശേഖറും അടിസ്ഥാനപരമായി ബിസിനസ്സുകാർ തന്നെയാണ്. മനസ്സിലാക്കിയിടത്തോളം രണ്ടുപേരും പരിചയക്കാരുമാണ്. രണ്ടുപേർക്കും മലയാളത്തിലെ രണ്ട് പ്രമുഖ ബിസിനസ് ചാനലുകളിൽ പങ്കാളിത്തവുമുണ്ട്. 24-ലും ഏഷ്യാനെറ്റ് ന്യൂസിലുമായിട്ട്. മാത്രമല്ല കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പന്റെ നിർമ്മാതാവും ഗോകുലം ഗോപാലൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ആദ്യം എമ്പുരാൻ വിഷയത്തിൽ മൗനം പാലിച്ചതും. എന്നാൽ ബി.ജെ.പിയിൽ നിന്നുള്ള പ്രഷർ സഹിക്കാൻ വയ്യാതെ സുരേഷ് ഗോപിയും വാ തുറന്നിരിക്കുകയാണ്. ആകെ പെട്ടു നിൽക്കുന്നത് ഇപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ പൃഥ്വിരാജും അതിന് കൂട്ടുനിന്ന ഗോകുലം ഗോപാലനും ഒക്കെ തന്നെയാണ്. സംഘത്തിനെതിരെ വാ തുറക്കുന്ന ആരെയും ഭയപ്പെടുത്താൻ നിൽക്കുന്ന ആദ്യ ആയുധമാണ് ഇ.ഡി. ഇ.ഡി. കേന്ദ്രത്തിന്റെ കളിപ്പാവയായി മാറിയിട്ട് കാലം കുറച്ചായിരിക്കുകയാണ്. എന്ന് ബി.ജെ.പി. അധികാരത്തിൽ വന്നു അന്നു മുതൽ ഇ.ഡി. അവരുടെ കളിപ്പാവ മാത്രമാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും സർക്കാരുമായി അടുത്ത ബന്ധം ഉണ്ടായിട്ട് പോലും വെള്ളാപ്പള്ളിയുടെ ആജന്മ ശത്രുവുമായ ഗോകുലം ഗോപാലിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല, അഥവാ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത തന്നെയാണ് ഇപ്പോഴത്തെ ശ്രദ്ധേയമായ റെയ്ഡിൽ നമ്മൾ കാണേണ്ടത്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരന്റെ ബുദ്ധി പതിഞ്ഞിരിക്കുന്നത്. പാർട്ടിക്ക് എന്തിനും ഏതിനും കൂടെ ഉണ്ടാകും എന്നൊരു വാക്കുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതോടെ ബി.ജെ.പിക്ക് ഉറപ്പ് നൽകുന്നത്. വെറും ഒരു കൂടിക്കാഴ്ച അല്ലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വസതിയിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതും വരും ദിവസങ്ങളിൽ പലരുടെയും ഉറക്കം കെടുത്തും എന്നൊരു വാക്ക് തന്നെയാണ്. ഇനി ഒരു സിനിമയും സംഘത്തിനെതിരെ എടുക്കാൻ ചിന്തിക്കുക കൂടി ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ നയാ പൈസ 1 രൂപ ആരും കൊടുക്കരുത് എന്നൊരു താക്കീത് കൂടിയാണ് ഗോകുലം ഗോപാലിന്റെ ഓഫീസിന് നേരെ നടത്തിയ റെയ്ഡിലൂടെ ബി.ജെ.പി. വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മോഹൻലാലിനും മുരളി ഗോപിക്കും ഒക്കെ എന്ത് പണിയാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.